ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷീപ്പിൻ്റെ എല്ലാ സഹയാത്രികർക്കും സ്നേഹാന്വേഷണങ്ങൾ. തിരക്ക് മൂലവും ഷൂട്ട് ചെയ്യാനുള്ള അസൗകര്യം മൂലവുമൊക്കെ ബ്ലസ് 364 ഇങ്ങനെ പല ആവർത്തി മുടങ്ങി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്. ഷൂട്ട് ചെയ്യാനല്ലേ അസൗകര്യമുള്ളൂ, അങ്ങനെയാണെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം ശബ്ദമായി എങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന്. അതിൻ്റെ ഒരു ട്രയൽ വേർഷനാണ് ഇന്നത്തെ ജൂൺ 22 ഞായറാഴ്ച സ്ലീഹാകാലം 3-ാം ഞായറിൻ്റെ ഈ ധ്യാന ചിന്ത. സ്ലീഹാകാലം 3-ാം ഞായർ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ. 1-ാം വായന നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 4 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. കർത്താവ് ജനത്തെ ഒരു ദേശത്ത്, പിതാക്കന്മാർക്ക് വാഗ്ദാനം നൽകിയ ദേശത്ത് അവരെ പാർപ്പിക്കാൻ കർത്താവ് എടുക്കുന്ന തീരുമാനത്തെ, വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയാണ് നമ്മളവിടെ കാണുന്നത്. 2-ാം വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജനത്തെക്കുറിച്ച്, ഈ അകന്നു പോകലിൽ മുറിവേറ്റ് ചോര വാർന്നൊലിക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് കർത്താവിൻ്റെ സങ്കടമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 3-ാം വായന കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വിവാഹത്തിൻ്റെ ഐക്യത്തെ, വിവാഹബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ അവിടെ സംസാരിക്കുന്നു. സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നല്ല സമരിയാക്കാരൻ്റെ ഉപമ, നമുക്കൊക്കെ ഏറെ പരിചിതമായ ഭാഗം. നമുക്ക് ഇന്ന് സുവിശേഷത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിലൂടെ ഇതിനു മുമ്പ് പല ആവർത്തി സമരിയാക്കാരൻ്റെ ഉപമ നിങ്ങളിലേക്ക് വ്യാഖ്യാനമായി എത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് പരിശോധിക്കാൻ സമയം അനുവദിക്കുന്നത് പോലെ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആ സുവിശേഷ ഭാഗം എടുത്തു വയ്ക്കുകയാണെങ്കിൽ ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യ ഭാഗം 25, 26, 27, 28, 29 വരെയുള്ള 5 വാക്യങ്ങളിൽ ഈശോയും നീമഞ്ഞനും തമ്മിലുള്ള ഡിസ്കോഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നീമഞ്ഞനും ഈശോയോട് ചോദിക്കും, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഈശോ കൊടുക്കുന്ന മറുപടിയാണ് ഇതിൻ്റെ ആരംഭം. ഈശോ പറയുന്നു, നിയമത്തിൽ നിന്ന് എന്ത് വായിക്കുന്നു? അദ്ദേഹം നിയമത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച തിരിച്ചറിവ് ഏറ്റുപറയുന്നു. എല്ലാറ്റിനുപരിയായി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെയും. ഈശോ പറയുന്നു, നീ ശരിയായി ഉത്തരം പറഞ്ഞു, പോയി അതുപോലൊക്കെ തന്നെ ജീവിക്കുക. അപ്പോൾ ഉടനെ ഈ നീമഞ്ഞൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കർത്താവ് പറയുന്ന ഉപമയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് അയൽക്കാരൻ? അതിൻ്റെ ഉത്തരമാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ആരാണ് അയൽക്കാരൻ എന്നതിൻ്റെ ഉത്തരം അവസാന വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അടുത്തുള്ളവൻ, ചാരെ ഉള്ളവൻ, കൂടെ നടക്കുന്നവനല്ല അയൽക്കാരൻ, മറിച്ച് കരുണ കാണിക്കുന്നവൻ. 37-ാമത്തെ വാക്യം, അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നീമഞ്ഞൻ പറഞ്ഞു. ശരിക്കും ഈ കാലത്തിനുള്ള ആദ്യത്തെ ധ്യാനം അവിടെയാണ്. കൂടെ വസിക്കുന്നു എന്നതുകൊണ്ട് ആരും ആരുടെയും കൂടെ ഉണ്ടാകണമെന്നില്ല. പരസ്പരം കരുണ കാണിക്കുന്നവരാണ് അയൽക്കാർ. ഒരു പക്ഷേ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. ഒരു വീട്ടകത്ത് ഭാര്യ, ഭർത്താവ്, മക്കൾ. ആ നേരത്ത് കൂടെ ഉണ്ട്, ഒരു വീട്ടിലുണ്ട് എന്നതുകൊണ്ട് അയൽക്കാരാവുകയില്ല, പ്രിയപ്പെട്ടവരാവുകയില്ല. കരുണ കാണിക്കുന്നിടത്താണ് ഒരാൾക്ക് കൂട്ടായി മാറുന്നത്. ഈ കാലം കരുണ തേടുന്നുണ്ട് എന്നോർക്കണം. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്രയിൽ പാതി വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന അനേകർ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒക്കെയുണ്ട്. അവർക്കായി കരുണയുടെ കരം നീട്ടാൻ ഈ സുവിശേഷ ഭാഗം നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നോർക്കുക. ഇതിനകത്ത് ഒരു ക്യാരക്ടർ സ്റ്റഡി നമുക്ക് വേണമെങ്കിൽ നടത്താവുന്നതാണ്.
ഈ സമരിയാക്കാരൻ്റെ ഉപമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണത്? 1 ആ കൊള്ളക്കാരൻ, 2 ഈ യാത്ര ചെയ്തവൻ, 3 പുരോഹിതൻ, 4 ലേവായൻ, 5 സമരിയാക്കാരൻ, 6 സത്രമുടമ. ഓരോരുത്തരെക്കുറിച്ചും നമുക്ക് ധ്യാനിച്ചു തീർക്കാനാകാത്ത വിധം ആഴമേറിയ ധ്യാനങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കൊള്ളക്കാരൻ മറ്റുള്ളവരെ കവർന്ന് കട്ടെടുത്ത് അവരെ ദ്രോഹിച്ച് ജീവിക്കുന്നവരുടെ ഗണം നമുക്ക് അതിൽ ഉൾപ്പെടാതിരിക്കാം. രണ്ടാമത്തത് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുന്നവർ. ഒരു പക്ഷേ നമ്മളിൽ പലരും ആ ഗണത്തിൽ എണ്ണപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ജെറുസലേം ദൈവത്തിൻ്റെ നഗരമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, ദേവാലയത്തിൻ്റെ ഇടമാണ്. ജെറീക്കോ പാപ ഇടമായി വ്യാഖ്യാനങ്ങളിൽ നമ്മൾ കാണുന്നു. അതായത് ദൈവത്തെ നിഷേധിച്ച് പാപവഴികളെ തേടിപ്പോകുന്നവരുടെ ഗണം. മൂന്നാമത്തതും നാലാമത്തതും പുരോഹിതരും ലേവായരും. അതായത് നിസ്സംഗത ശൈലിയാക്കി മാറ്റിയവർ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഹൃദയം ഉലയാത്തവർ. അതാണ് ഇവിടെ പുരോഹിതർക്കും ലേവായർക്കും പറ്റിയ അപകടം. ഒരുപക്ഷെ ലേവായൻ ചിന്തിച്ചത്, എൻ്റെ മുമ്പേ പോയവരാരും പരിഗണിച്ചില്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ സഹായിക്കണം എന്നായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മളും കരുണ കാണിക്കുന്നതിൽ നിന്ന് ഒഴികഴിവെടുക്കുന്നത് ഈ കാരണത്താലല്ലേ? ഇവിടെ എത്രയോ പേരുണ്ട്, ആരും സഹായിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിന് സഹായിക്കണമെന്ന് ചോദിച്ച് നമ്മളും കണ്ണിറുക്കയടച്ച് കടന്നു പോവുകയല്ലേ? മുമ്പൊരിക്കൽ എപ്പോഴോ പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് പുരോഹിതനും ലേവായനും ഈ മൃതപ്രായനായി അർദ്ധപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യൻ്റെ നേരെ സഹായത്തിൻ്റെ കരം നീട്ടാൻ കഴിയാതെ പോയത്? ഒരു ചോദ്യവും ഉത്തരവുമാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് സ്ഥിരമായി ഫീഡ് മൈ ഷീപ്പ് കേൾക്കുന്നവർ ഓർക്കുന്നുണ്ടാകും. പുരോഹിതനും ലേവായനും ചോദിച്ചു കാണും, ഇയാളെ സഹായിച്ചാൽ എനിക്ക് എന്തു പറ്റും? ഈ മൃതപ്രായനായി ചോര വാർന്നൊലിപ്പിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ സഹായിച്ചാൽ എനിക്കെന്തു പറ്റും? 2 പേർക്കും കിട്ടിയ ഉത്തരം, ഒരുപക്ഷെ ദേവാലയത്തിലേക്കുള്ള യാത്രയിലാണ് അവരെങ്കിൽ അവർക്ക് കിട്ടിയ ഉത്തരം, എടുക്കുന്ന വഴിക്ക് ഈ മനുഷ്യനെങ്ങാനും മരിച്ചുപോയാൽ മൃതശരീരത്തെ ഞങ്ങൾ സ്പർശിച്ചുവെന്നാകും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ദേവാലയ പ്രവേശനം സാധ്യമാകില്ല, അതുകൊണ്ട് ഞങ്ങൾ അയാളെ സഹായിക്കുന്നില്ല എന്നാകാം. അതായത് ചോദ്യം എന്തായിരുന്നു? അയാളെ സഹായിച്ചാൽ എനിക്കെന്തു പറ്റും? പിന്നീട് എങ്ങനെയാണ് സമരിയാക്കാരന് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയത്? സമരിയാക്കാരൻ ചോദിച്ച ചോദ്യം തന്നെ വ്യത്യസ്തമായി, അതുകൊണ്ട് ഉത്തരവും ശരിയായി വന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഞാൻ ഈ മനുഷ്യനെ സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം, ഇവിടെ ചോര വാർന്നൊലിച്ച് ആ മനുഷ്യൻ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സഹായിക്കണം എന്ന് തീരുമാനിച്ച് കരം നീട്ടുകയാണ്. പ്രിയമുള്ളവരെ, ചോദ്യം ശരിയായി ചോദിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തി സഹായത്തിൻ്റെ കരം നീട്ടാൻ ഈ സുവിശേഷ ഭാഗം നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ധ്യാനിച്ചു വന്നത് കൊള്ളക്കാര്, യാത്ര ചെയ്ത മനുഷ്യൻ, പുരോഹിതർ, ലേവായർ, സമരിയാക്കാരൻ. സമരിയാക്കാരനെക്കുറിച്ച് ധ്യാനിച്ചാലും തീരില്ല. എന്നാലും അതിനോടൊപ്പം തന്നെ ആ സത്രമുടമയെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചാൽ കൊള്ളാം. സത്രമുടമ എന്തൊരു ഉദാര മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. കാരണം അദ്ദേഹത്തിന് ചികിത്സയ്ക്കുള്ള ചെലവ് മുഴുവനായിട്ടും ഏൽപ്പിക്കാൻ ഈ സമരിയാക്കാരന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നുകൊള്ളാം. ആ പ്രതീക്ഷയോടെ ഈ സത്രമുടമ അയാൾക്ക് ഇടം കൊടുക്കുകയാണ്. ഇനിയും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഒന്നോടിച്ച് ഈ വചനഭാഗം ധ്യാനിച്ചാൽ നമ്മൾ ചിന്തിക്കാറുള്ളതാണ്, ഈ സമരിയാക്കാരൻ മിശിഹ തന്നെയാണ് എന്ന്. കാരണം വീഞ്ഞും എണ്ണയും കൊണ്ട് മുറിവേറ്റ ഒരു മനുഷ്യകുലത്തിന് മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുന്ന വൈദ്യ ശുശ്രൂഷ ചെയ്യുന്ന മിശിഹ തമ്പുരാനാണ് ഈ സമരിയാക്കാരൻ. അതിൻ്റെ സൂചനകൾ നമുക്ക് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇന്ന് വായിച്ച 2ാം വായനയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ വായിക്കുന്നതാണ്, ഈ മുറിവുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉള്ളംകാൽ മുതൽ 6ാം വാക്യത്തിൽ ഏശയ്യാ 1, 5, 6 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ, എന്തേ നിങ്ങൾ തിന്മയിൽ തുടരുന്നു? എന്തുകൊണ്ട്? അതായത് ജെറുസലേമിൽ ജെറീക്കോയിലേക്കുള്ള യാത്രയിൽ തുടരുന്നു. നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു. ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല. ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം. അവയെ കഴുകി വൃത്തിയാക്കുകയോ
വെച്ച് കെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല. അതായത് മനുഷ്യകുലം ചോര വാർന്ന് കിടക്കുകയാണ്. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. കഴുകി വെച്ച് കെട്ടിയിട്ടില്ല. എണ്ണയോ വീഞ്ഞോ അവിടെ ചേർത്തിട്ടില്ല. അവിടെയാണ് ഈശോ വരുന്നത്. ഈശോ മനുഷ്യകുലത്തിൻ്റെ പാപ അവസ്ഥകളെ സുഖപ്പെടുത്താൻ, പാപചായ്വുകളെ, പാപമേൽപ്പിച്ച മുറിവുകളെ വെച്ച് കെട്ടി സൗഖ്യം നൽകാൻ ഇറങ്ങി വരികയും എണ്ണയും വീഞ്ഞും കൊണ്ട്, വീഞ്ഞ് പരിശുദ്ധ കുർബാന, എണ്ണ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും കൊണ്ട് മനുഷ്യകുലത്തിന് സൗഖ്യത്തിൻ്റെ അനുഭവം ഈശോ സമ്മാനിക്കുകയും മുറിവേറ്റ മനുഷ്യകുലത്തെ സത്രത്തിൽ ഏൽപ്പിക്കുകയും, ഈ സത്രം സഭയാണ്, സത്രത്തിൽ ഏൽപ്പിക്കുകയും 2 ദനാറ സത്രത്തിന് നൽകിയിട്ട് ആ 2 ദനാറകൾ തിരുവചനവും വിശുദ്ധ കൂദാശകളുമാണെന്ന് വ്യാഖ്യാനിക്കാം. തിരുവചനം കൊണ്ടും വിശുദ്ധ കൂദാശ കൊണ്ടും ഞാൻ ഏൽപ്പിച്ച ഈ ജനത്തെ, മനുഷ്യകുലത്തെ ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യം സത്രത്തെ ഏൽപ്പിച്ചിട്ട് അധികമായി എന്തെങ്കിലും ആയാൽ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് 2ാം വരവിൽ സഭയെ മഹത്വീകൃതയായി ഉയർത്തുന്ന, പള്ളിയെ കൂദാശ ചെയ്യുന്ന ഒരു കാലത്തെ സൂചിപ്പിച്ച് ഈശോ കടന്നു പോകുന്നത് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ കഴിയും. ഈ ധ്യാനത്തിൽ നമ്മളെ തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് പ്രധാനമായും 2 ഇടങ്ങളിലാണ്. ഒന്ന്, തീർച്ചയായും സമരിയാക്കാരനായി നമ്മളെ ധ്യാനിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ മുറിവുകളിൽ സൗഖ്യത്തിൻ്റെ ലേപനം പുരട്ടുന്നവരായി നമുക്കും മാറണം. ഈശോയുടെ മുഖം നമ്മളിൽ അവർ കാണും വിധം സമരിയാക്കാരായി ആരുടെയുമൊക്കെ ജീവിതത്തിൽ നമുക്ക് മാറണം. 2, മുറിവേറ്റ് കിടക്കുന്ന, ചോര വാർന്ന് കിടക്കുന്ന ഒരാളായി നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ ചോര വാർന്നൊലിക്കുന്ന സങ്കടത്തിൻ്റെ നേരത്ത് നമുക്ക് തുണയാകുന്നത് മറ്റൊന്നുമല്ല, മരുന്നോ ലേപനവുമല്ല, മറിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കൂദാശകൾ, തിരുവചനമാണെന്ന് തിരിച്ചറിയാം. തിരുസഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, ഈ ചിന്തകളോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച ദിവസം ആചരിക്കുമ്പോൾ സമരിയാക്കാരൻ്റെ കരുണയുടെ ഭാവത്തെ നമുക്കും സ്വീകരിക്കാൻ പഠിക്കാം. ഈശോയുടെ കരുണയുടെ മുഖത്തെ നമുക്ക് സ്വീകരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ, കരുണയുടെ വലിയ പിതാവ്, കടന്നുപോയ ഈ വർഷം ഒത്തിരിയേറെ പ്രഘോഷിക്കപ്പെട്ട കരുണയുടെ വക്താക്കളും പ്രഘോഷകരും മാതൃകകളുമാകുവാൻ നമുക്കും കഴിയട്ടെ എന്ന് പരസ്പരം ആശംസിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഇന്ന് ഈ ഞായറാഴ്ച ദിവസം കുടുംബം ഒരുമിച്ച് ചേർന്ന് സമയം ചെലവഴിക്കുന്ന, ഞങ്ങളുടെ ഇടവകളിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈ ദിവസം ഞങ്ങൾ തിരിച്ചറിയുന്നു, നിൻ്റെ കരുണയുടെ മുഖങ്ങളാകുവാൻ ഉള്ള വിളി ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. ഞങ്ങളും കാണുന്നുണ്ട് കർത്താവെ, മുറിവേറ്റ് കിടക്കുന്നവരെ, മാനസിക വ്യഥകളാൽ വലയുന്നവരെ, ശാരീരിക പീഡകൾ മൂലം ക്ലേശിക്കുന്നവരെ, ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ. അവരിലേക്ക് കരുണയുടെ കരം നീട്ടാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. 2, കർത്താവെ, ജീവിതയാത്രയിൽ എവിടെയൊക്കെയോ മുറിവേറ്റ് ഞങ്ങളും വീണ് കിടക്കുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതിയവരാരും തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെടലിൻ്റെ കഠോര വേദന അനുഭവിച്ച് ഞങ്ങൾ ചോര വാർന്നു കിടക്കുന്നു. കർത്താവേ, നിൻ്റെ കരം കരുണയോടെ ഞങ്ങൾ നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.